നമസ്കാരം. കാലിക്കറ്റ് സർവകലാശാലയുടെ 4 വർഷ ബിരുദ പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത കോഴ്സുകളിൽ ഒന്നാണ് ജിയോ ഇൻഫർമാറ്റിക്സിന് ഒരു ആമുഖം അഥവാ ഇൻട്രൊഡക്ടറി ജിയോ ഇൻഫർമാറ്റിക്സ്. ഇത് 4 ക്രെഡിറ്റുകളുള്ള ഒരു കോഴ്സാണ്. 3-ാം സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സാങ്കേതിക വിദ്യകളുടെ ആകെ തുകയാണ് ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ഉൾച്ചേർന്നിട്ടുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ GIS, റിമോട്ട് സെൻസിംഗ് അഥവാ വിദൂര സംവേദനം, ഏരിയൽ ഫോട്ടോഗ്രാഫി, കാർട്ടോഗ്രാഫി, ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം അഥവാ GPS എന്നിവയാണ്. ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഈ വിഷയത്തിൻ്റെ നെടും തൂണായി വർത്തിക്കുന്നത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഭൂവിവര വ്യവസ്ഥയാണ്. ഭൂമിയുടെ പ്രതലത്തിന് മുകളിലുള്ള ഭൂമിക്ക് മുകളിലുള്ള വസ്തുക്കളെ അവയുടെ സ്ഥാനം അനുസരിച്ച് ക്രമീകരിക്കുകയും വിശകലനം ചെയ്യുക എന്നുള്ളതാണ് GISൻ്റെ പ്രധാന പ്രവർത്തന പരിപാടി. ഇങ്ങനെ വസ്തുക്കളെ ക്രമീകരിക്കുന്നതിന് റാസ്റ്റർ എന്നും വെക്റ്റർ എന്നും 2 തരത്തിലാണ് ഈ ഡാറ്റകളെ ശേഖരിക്കുന്നതും വിന്യസിക്കുന്നതും. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഈ കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ കാണുന്നുണ്ട്. ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൻ്റെ മറ്റൊരു ഘടകമാണ് കാർട്ടോഗ്രാഫി. ഇത് യഥാർത്ഥത്തിൽ ഭൂപട നിർമ്മാണത്തിൻ്റെ ശാസ്ത്രമോ കലയോ ആണ്. എങ്ങനെയാണ് ഭൂപടങ്ങളെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും നിർമ്മിക്കാനാവുക എന്നാണ് ഈ കാർട്ടോഗ്രാഫിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. കാർട്ടോഗ്രാഫിയുടെ വിഭാഗങ്ങളായി വരുന്ന പ്രൊജക്ഷനുകൾ, കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ, അവയുടെ നിർമ്മാണം, മാപ്പുകൾ, ലേഔട്ടുകളുടെ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളും ഈ കോഴ്സിൻ്റെ ഭാഗമായി പ്രതിപാദിക്കുന്നുണ്ട്. ജിയോ ഇൻഫർമാറ്റിക്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടക മേഖലയാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ് എന്നത്. ഒരു വസ്തുവുമായി നേരിട്ട് ബന്ധം പുലർത്താതെ ആ വസ്തുവിനെയോ ആ പ്രദേശത്തെയോ കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിനെയാണ് നമ്മൾ വിദൂര സംവേദനം എന്ന് പറയുന്നത്. വിദൂര സംവേദനത്തിൻ്റെ വിവിധ ഘടകങ്ങളായ ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിംഗ്, തെർമൽ റിമോട്ട് സെൻസിംഗ്, മൈക്രോവേവ് റിമോട്ട് സെൻസിംഗ്, ലിഡാർ റിമോട്ട് സെൻസിംഗ് എന്നിവയും കൂടി ഈ കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ കാണുന്നുണ്ട്. വിദൂര സംവേദനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഏരിയൽ ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഏറ്റവും പുതിയ മേഖലയായ ഡ്രോൺ ഫോട്ടോഗ്രാഫി എന്നിവയെക്കുറിച്ച് കൂടി മനസ്സിലാക്കാൻ ഈ കോഴ്സിലൂടെ നമ്മൾ ശ്രമിക്കുന്നു. ഭൂമിക്ക് മുകളിലുള്ള നമ്മുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്ന GPS ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം GNSS ആണ്. ഇത്തരത്തിൽ GPS-നെ കുറിച്ചും GNSS-നെ കുറിച്ചും ഈ കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 4 മോഡ്യൂളുകളിൽ QGIS എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രായോഗിക ആപ്ലിക്കേഷനുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ജിയോ റഫറൻസിംഗ്, ഡിജിറ്റൈസേഷൻ, ജിയോമെട്രി കാൽക്കുലേഷൻ, ലേഔട്ട് ക്രിയേഷൻ എന്നീ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഈ ഒരു പ്രായോഗിക പാഠങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിൻ്റെ അവസാന ഭാഗത്ത് 5 മോഡ്യൂളുകളിലായി എങ്ങനെയാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റവും വിദൂര സംവേദനവും അല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സ് ആകെ നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്നും എത്തരത്തിലാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക എന്നും ആണ് വ്യക്തമാക്കുന്നത്. പ്രകൃതി വിഭവ സംരക്ഷണത്തിനും പ്രകൃതി ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥലപരമായ ഡാറ്റ അഥവാ സ്പേഷ്യൽ ഡാറ്റ ഉപയോഗിക്കുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുന്നതിനും ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി വിഷയത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനം നൽകുന്നതിനും ഈ കോഴ്സ് സഹായിക്കും. ഈ ഒരു സാങ്കേതിക വിദ്യയെ അറിയുന്നതിനും പരിചയപ്പെടുന്നതിനും ജിയോ ഇൻഫർമാറ്റിക്സിന് ഒരു ആമുഖം എന്ന ഈ കോഴ്സ് സഹായിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിവിധ മേഖലകളെ പരിചയപ്പെടുന്നതിനും മനസ്സിലാക്കുന്നതിനും എല്ലാവരും ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജിയോ ഇൻഫർമാറ്റിക്സിന് ഒരു ആമുഖം എന്ന ഈ MOOC കോഴ്സിൽ ചേരണമെന്നും അത് പഠിക്കണമെന്നും കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.